കൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? ഒരെഡിറ്ററെയും സഹായമില്ലാതെ ഒരിന്നിയറിൽ നിന്നും ചെവിയിൽ അവന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാതെ 24 ചാനലിലെ പുതിയ പരിപാടി ഉണ്ടല്ലോ, ജനകീയ കോടതി. ജനകീയ കോടതി അല്ലടെ, ജനകീയ കോമഡി. അഖിൽമാരാറിനെ വിളിച്ചു വരുത്തി പൊരിക്കുന്ന പരിപാടി. അയ്യോ എന്റെ പൊന്നെ, തൂറി മെഴുകല്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഡിസ്ക്ലൈമർ, ഇത് കണ്ട് ചിർച്ചയാക്കാൻ ഞാൻ ഉത്തരവാദിയല്ല. എന്തായാലും ഈ പരിപാടിയോടുകൂടി അഖിൽമാരാർക്ക് സ്റ്റാൻഡ് മാത്രമല്ല നട്ടലും കൂടി ഇല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. കൂടുതൽ കൊണയടിക്കുന്നില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വേഷം മാറുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്, ഹു ആർ യു നൗ? അന്നും ഇന്നും അഖിൽമാരാർ തന്നെയാണ്. അഖിൽമാരാർ എന്നും അഖിൽമാരാർ തന്നെ. ഇതിന്റെ ഇടയ്ക്ക് എന്തോ പേര് മാറ്റിയേ തോന്നുന്നു. അഖിൽ രാജ് എന്തോ ആയിരുന്നു അല്ലെ. പിന്നെ പേര് മാറ്റുന്ന ലാഘവത്തോടെ കൂടിയാണല്ലോ അഭിപ്രായങ്ങളും പാർട്ടിയും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഇത്ര വലിയ കാര്യമാക്കാനില്ല. അടുത്തത്, അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. എന്റെ പൊന്നെ, അഭിപ്രായങ്ങൾ മാറുന്നത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ഇനി അടുത്ത സെക്കൻഡുകൾ പോലും ആയിട്ടില്ല. അടുത്ത വരുന്ന വീഡിയോ ശ്രദ്ധിച്ചു നോക്കിക്കേ. അഭിപ്രായങ്ങൾ പലതും മാറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏത് അഭിപ്രായമാണ് മാറ്റിയത്? അടിപൊളി. നിങ്ങൾ തന്നെ എല്ലാം കൂടി പറയുകയാണെങ്കിൽ കേൾക്കണം, നമുക്ക് തന്നെ ഭ്രാന്ത് വരുമല്ലോ. അഥവാ നിങ്ങളെ തന്നെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണോ? ഞാൻ എടുത്തത് പറഞ്ഞത്, അവിടെ ഞാൻ പോയത് BJP-യിലേക്കല്ല. ഞാൻ BJP പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ BJP-യിലേക്ക് പോയിട്ടില്ല. അപ്പൊ താൻ BJP-യിലോട്ട് പോയിട്ടില്ല. പിന്നെ ഏത് ഉണ്ടയുടെ പേരിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നേ? ചക്ക എന്നുള്ളൊരു ചിഹ്നത്തിന്റെ പേരിൽ. ആൾക്ക് എന്തായാലും BJP-നെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ വോട്ട് പിടിക്കാനും അതിൽ നിന്ന് വന്ന മറ്റേ 2020 പാർട്ടിയുടെ കൂടെയാണല്ലോ. ഞാനത് മറന്നുപോയി. കൊണയടിക്ക് ഒരു കുറവുമില്ല. അതായത് അഭിപ്രായങ്ങളൊന്നും മാറിയിട്ടില്ല. അഭിപ്രായങ്ങളൊന്നും മാറ്റേയില്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത കൂടിയും പറഞ്ഞാട്ടെ. അവരെപ്പോഴും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മതപരമായി ഭിന്നിപ്പിക്കുക. ആ ഭിന്നിപ്പിലൂടെ ഉണ്ടാവുന്ന വിഷയങ്ങൾ തന്നെയാണ് അവരുടെ വോട്ടുകൾക്ക് ആക്കം കൂട്ടുന്നത്. ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ BJP എന്ന് പറയുന്ന പാർട്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പാർട്ടിയായി. പുറത്തിറങ്ങണ്ട പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ മേത്ത് വര വീണ് നോക്കിക്കോ. ദേശീയ തലത്തിൽ ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു? രണ്ട് രാഷ്ട്രീയം, രാഷ്ട്രീയവും രാജ്യവിരുദ്ധരുടെ മറ്റു ഇതര നൂറുകണക്കിന് രാഷ്ട്രീയം. അഖിലേട്ടന്റെ അഭിപ്രായത്തിൽ ആകെ 2 ടൈപ്പ് ഓഫ് പാർട്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. അതിപ്പോ കേട്ടല്ലോ. അതൊക്കെ എവിടുന്ന് പറിച്ചു വിടുന്നടേ ഈ അറിവുകളൊക്കെ. യോഗി ആദിത്യനാഥ് രാജ്യദ്രോഹ കേസിൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 4 ദിവസം ചർച്ച നടത്തിയാണ്. അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും എന്തെങ്കിലും കാരണം വേണ്ടേ? ഇമാതിരി വാണത്തരങ്ങളൊക്കെ വിളിച്ചു പറയണതിനൊക്കെ ആര് കൂടെ നിൽക്കാനാ? ഒറ്റയ്ക്ക് അനുഭവിക്കാനേ. അത്രേ ഉള്ളൂ. മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യലെ അശ്ലീലമാണ്. ഞാനൊരു കാര്യം, ഗാന്ധിയെ കമ്പയർ ചെയ്യലെ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത്. പക്ഷെ ഈ ഷോന്റെ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഈ ആഷ്മി ഇയാൾ പറയാൻ സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ എഡിറ്റ്സ് ഉണ്ട്, കട്ട് ഉണ്ട്, ഇയർഫോണിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ അന്നും ഇന്നും പറയും, ഒരിക്കലും ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരാളെ കോർണർ ചെയ്തിട്ട് സംസാരിക്കുന്നതും കൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. എന്തായാലും ആശാൻ വെല്ലുവിളി കേട്ട് വന്നിട്ടുണ്ട്. ഞാന് ലൈവ് എഡിറ്റ്സും കട്ടൊന്നും ഇല്ലാതെ ലൈവിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് ആഷ്മി എന്നും പറഞ്ഞിട്ട് കൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? ഒരെഡിറ്ററെയും സഹായമില്ലാതെ ഒരിന്നിയറിൽ നിന്നും ചെവിയിൽ അവന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാതെ എനിക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എഡിറ്റിംഗ് ടീമിന്റെയും എഡിറ്റോറിയൽ ഡെസ്കിന്റെയും സഹായത്തോടു കൂടി ചെവിയിലിരുന്ന് അവന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി തയ്യാറാക്കി കൊടുത്ത കുറെ വീഡിയോകൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് പറയുന്ന ഞാനും കേട്ടതാണല്ലോ. ഞാൻ തന്ന ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യും, ഞാൻ തന്ന 2ാമത്തെ വീഡിയോ പ്ലേ ചെയ്യും, ഞാൻ തന്ന 3ാമത്തെ വീഡിയോ പ്ലേ ചെയ്യും. എന്നിട്ട് അത് ഏതെങ്കിലും പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അത് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം സ്ഥാപിച്ചെടുക്കാൻ പറ്റിയോ? ഒന്നുമില്ലാതെ വന്നപ്പോ കോൺഗ്രസ് വക്താവുമായി ചേർന്ന് എന്നെ BJP-കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും ആ വിഷയത്തിൽ മാത്രം നീട്ടിക്കൊണ്ടുപോയ ഒരു ചർച്ചയിൽ ഞാൻ ഇരുന്ന് തന്നപ്പോ ഒരു സാമാന്യ മര്യാദ കാണിക്കാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ വാ. എന്തായാലും ഇതിന്റെ ബാക്കി ഭാഗങ്ങളൂടെ കാണല്ലോ. അതുകൊണ്ടും ആ ജനങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി കോൺഗ്രസ് പല വേദികളിലും വിളിച്ചു. അവർ എനിക്ക് നേരെ ഇന്ത്യയിലോട്ടാ പോകുന്നത്. ഇന്ത്യ എന്നല്ല, ഞാൻ എവിടെയും പോകും. നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ രക്ഷിക്കാൻ. പലപാടെന്നാ പറയണ്ടേ? അപ്പൊ പൈസ കിട്ടിക്കാൻ ഞാൻ എങ്ങോട്ടും പോകുന്നാണോ പറഞ്ഞു വരുന്നത്? ഭഗത് സിംഗിനെ ആരാധിക്കുന്ന താങ്കൾക്ക് ഈ പറഞ്ഞ മാപ്പ് പറഞ്ഞ സവർക്കറെ ഞാൻ അനുഭവിക്കാൻ പറ്റാ? അയ്യേ, എന്താ പൊന്ന് ഹാഷ്മി, മാപ്പ് 2 രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. അഖിലേട്ടന്റെ സംഭവത്തിൽ മാപ്പ് 2 രീതിയിൽ പറയാല്ലേ. ഒന്ന് വേണമെങ്കിൽ ഡോറ ബുച്ചിയുടെ മാപ്പ് ആയിരിക്കും, മാപ്പ്. പിന്നെ നമ്മളൊക്കെ സാധാരണ പറയുന്ന മാപ്പും ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിത്തരത്തിനൊക്കെ ഒരു പരിധി വേണ്ടടേ.
റൂമിൽ വർക്ക് ചെയ്യുന്ന ഹാഷ്മിയെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞ് 24 കൊണ്ടുവന്നിട്ടുണ്ട്. കുനിച്ചിരുത്തി കൂമ്പിനി തന്നെ ഇതിനകത്ത് ഇട്ടേക്കുക. ഒരു പ്രൊഫഷൻ പോലെയാണ് അപ്പോ അഖിൽ കാണുന്ന രാഷ്ട്രീയം. എനിക്ക് പ്രൊഫഷനാണ്. Thank you. പിന്നല്ലാതെ എന്താ? പ്രൊഫഷൻ പോലെ വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ ഒരു ചാനലിൽ വന്ന് വിളിച്ചു പറയുമ്പോ നാളെ നിങ്ങളുടെ ഭാവിയുടെ കാര്യം കൂടി ആലോചിക്കണം. ഇനി ഏതെങ്കിലും പാർട്ടിക്കാര് നിങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കും. ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് തോന്നിയിട്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ രാഷ്ട്രീയം വേണ്ടുള്ളൂ. സ്വന്തം കീശ നിറയ്ക്കുന്ന ആരെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പൈസ മാത്രം പോക്കറ്റിൽ വീർപ്പിക്കാനുള്ളതേ. ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ ഇനിയിപ്പോ NDA എന്നുള്ളതല്ല, ഒരു പാർട്ടിക്കാരും നിങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കില്ല. അത് ഈ വാചകത്തോടു കൂടി കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം സീതാമണിതം ഇതിൽ അക്കോമഡേഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്തുകൊണ്ടാണോ ഇതിൽ വന്നത് അതുപോലും ചെയ്തു തരാൻ പറ്റാതെ തൃപ്പൂണിത്തറ സീറ്റ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ അക്കോമഡേഷനെ പറ്റി പറഞ്ഞത് എന്താണ്? അക്കോമഡേഷൻ എന്താ? നിങ്ങളെന്ത് ഞാൻ പറഞ്ഞു. ഉദ്ദേശിക്കുന്നത് സാധാരണ 2020 പോലത്തെ ഒരു ചെറിയ പാർട്ടിയിൽ അക്കോമഡേഷൻ അതായത് എനിക്കൊരു വീട് വേണം, ഒരു കാറ് വേണം, ഒരു ബംഗ്ലാവ് വേണം, എക്സെട്ര ഇനി സ്വിമ്മിംഗ് പൂൾ വേണമെന്നാവോ അഖിൽ മാരാറിനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് എന്തായാലും ഗവൺമെന്റിൽ നിന്ന് കിട്ടുമല്ലോ. അതും പോരാണ്ട് അക്കോമഡേഷൻ കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി പറഞ്ഞോ ഇയാളെന്നെ അത് മാറ്റി പറയുന്നുണ്ട്. അടുത്തൊന്ന് കേക്ക്. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാ അല്ലേ? അയാൾ ആ പാർട്ടി വിടുമ്പോഴാണ് എതിരഭിപ്രായങ്ങൾ വരുന്നത്. അഖിൽമാരെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല. അക്കോമഡേഷൻ എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത പൊസിഷനാണ് നമ്മളെ വിളിക്കുന്നത്. അതിൽ തർക്കമില്ല. അല്ലാതെ എനിക്ക് വേണ്ടി കുറെ അണികൾ കഷ്ടപ്പെട്ട് ഞാൻ നേതാവായ ആളല്ല. അതിൽ തർക്കമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അഖിൽമാരെ പോകുമ്പോൾ അഖിൽമാർ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? അക്കോമഡേഷൻ എന്തായാലും അഖിലേട്ടന് ഉത്തരം ഇല്ല. അറിയാലോ എന്താണ് അക്കോമഡേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കീശ കുറച്ച് നിറയ്ക്കണം. അതാണ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ ചെയ്തെങ്കിൽ എന്താണ് അക്കോമഡേഷൻ? ഞാൻ പറഞ്ഞ എന്റെ ഹാഷ്മി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ഹാഷ്മി, അയാൾ ഒന്ന് പറഞ്ഞോട്ടെ, കുറച്ച് സമയം കൊടുക്കൂ. മറ്റേ കിങ് ലെയറിൽ ദിലീപ് ചിന്തിക്കണ പോലെയാണ്. ഇനി അടുത്ത നോണ എന്ത് പറയും എന്ന് പറഞ്ഞിട്ട് തലയുടെ മുകളിൽ ഇങ്ങനെ പൊന്തുമല്ലോ. ആ സീനാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത്. അടുത്ത് പറയേണ്ട പെടായി ഓർത്തെടുക്കുകയാണ് മൂപ്പര്. ഞാൻ അത് പറഞ്ഞത് എന്താ, നിങ്ങൾ കേട്ടിട്ട് പോലും നിങ്ങൾ മനസ്സിലാവുന്ന വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഒരാൾ വരുന്നത് പല അക്കോമഡേഷനും ചോദിച്ചിട്ടാ. ഞാനതൊന്നും ചോദിച്ചില്ല. ഇതിന്റെ പൊന്നോ നോണ, ഇതിന്റെ മുമ്പ് ഓഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇയാൾ അക്കോമഡേഷൻ ചോദിച്ചാണോ അല്ലേ എന്നുള്ളത്. ഇനി അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് അക്കോമഡേഷൻ ഒന്നും ചെയ്തില്ല, അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇയാളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. വേറെ അക്കോമഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ തല്ലി. 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം, നിൽക്കാക്കാൻ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നമ്മുടെ A ക്ലാസ് ഉണ്ടല്ലോ പെരുമ്പാവൂല, അന്ന് തൃപ്പൂണിത്തറ 2020 കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത A ക്ലാസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്ന ലാസ്റ്റ് ഉത്തരം കിട്ടുമ്പോ കൊന്നരം കാണിക്കുന്ന അവസ്ഥയാണ്. വർത്താനം പറയാനും പറ്റില്ല. നമുക്ക് പറയാനുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബബ്ബ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ടപ്പേ എന്നുള്ള മറുപടി കൊടുക്കേണ്ടതാണ്. ഇവിടെ അതൊന്നും ഇല്ല. മെഴുക തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ തോക്കാൻ വേണ്ടിയാ മത്സരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലുള്ള സത്യസന്ധനെ പറഞ്ഞേ. ഇല്ല ഇയാൾ കുറെ നാട് മാധ്യമം നടത്തും. ദൈവത്തിന്റെ കരുതൽ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. എന്നിട്ട് അഖിൽ പറയുകയാണ് അഖിലെ കൈകാലം കെട്ടി വഞ്ചിച്ചു എന്ന് പറയണം. സംഭവം മനസ്സിലായല്ലോ. എന്നെ പറയുന്നുണ്ട് എനിക്ക് ദൈവമായിട്ട് തന്ന സംഭവമാണ്. ആര് ശ്രദ്ധിക്കും? അഖില് പറയണമെന്നേ, കൊട്ടാരക്കര സീറ്റ് കിട്ടും, ഞാൻ കൊട്ടാരക്കര സ്വന്തമായി മത്സരിക്കുന്നു പറയണം, ശ്രദ്ധിക്കും. അല്ല അങ്ങനെ വന്നാൽ അത് വീണ്ടും സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാർ അവനെ വലിപ്പിച്ചു, ചാടി 2020 പോയി അവരും വലിപ്പിച്ചു. ഞാൻ വിചാരിച്ചു മത്സരിക്കാം. ഇപ്പൊ പിന്നെ ആരും വലിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? നല്ല വലിപ്പിച്ച് തൂറ്റി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കട ചിഹ്നത്തിൽ. പൊണയടി തുടരട്ടെ. തോമസിന് ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും സീറ്റ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാര്യമുണ്ടോ? അഖിൽമാരാണോ മത്സരിച്ചത്? അഖിൽമാരാണ് മത്സരിച്ചത് അല്ല, NDA ആണ് മത്സരിച്ചത്. അടിപൊളി. ഇവിടെ അഖിൽമാരല്ല മത്സരിച്ചിരിക്കുന്നത്, NDA ആണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? വെറും പാർട്ടിയുടെ ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോലെ.
എടാ മണ്ടം കൂടാപ്പി. 3 കോടി രൂപ എന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ 40 കോടി രൂപ ഇത്രയും മണ്ഡലം 19 മണ്ഡലത്തിന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ. തെളിവെന്താണ്? തെളിവെന്താണ്? ഇപ്പൊ ചോദിച്ചാൽ ലിക്വിഡ് പൈസ കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നതിനും ലോകത്താർക്കെങ്കിലും തെളിവ് പറയാൻ പറ്റൂ? 40 കോടി ഒരു സാബു ജേക്കബ് വാങ്ങിയത് കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എല്ലാത്തിനും തെളിവ് പറയാൻ പറ്റും? ഇതിൽ 40 കോടിയും തന്റെ പേരിൽ എത്ര 3-4 കോടി വാങ്ങിയിട്ടുണ്ട് പറയുന്നു. തെളിവുകളൊന്നുമില്ല. എന്നെ വിശ്വസിക്കൂ, എന്നെ മാത്രം വിശ്വസിക്കൂ എന്നുള്ളതാണ്. ഇപ്പൊ ശരിക്കും ഏതാ പാർട്ടി? ഏതാ പാർട്ടി? സ്വതന്ത്രൻ. എപ്പോഴും സ്വതന്ത്രനാ. കഴിഞ്ഞ 8 വർഷം, ആക്ച്വലി 8 വർഷമായിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് മാറ്റി നിർത്തിയാൽ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. പാർട്ടിയൊന്നുമില്ല. ഒലക്കട മൂട് സ്വതന്ത്രൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വിത്ത് അക്കോമഡേഷൻ എന്ന് ചിന്തിച്ചിട്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ടീമാണ് പറയുന്നത് സ്വതന്ത്രൻ എന്നും. എടോ തനിക്ക് പറ്റിയ പടി ബിഗ് ബോസ് ഇനി മേലാൽ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാതിരിക്കുക എന്റെ മാത്രം അഭിപ്രായമാണ്. വയ്യ ചിറിച്ച് ചാവാൻ. ഇതെന്തായാലും ഫസ്റ്റ് എപ്പിസോഡാണ്. സെക്കൻഡ് എപ്പിസോഡിന്റെ വീഡിയോ ചെയ്യണമെങ്കിൽ മാത്രം ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലത്തെ അക്കോമഡേഷൻ ഒക്കെയാണ് നമ്മുടെ രാജ്യത്തിന് അടുത്ത കൊല്ലവും മത്സരിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിക്കായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഇത്രയും കണ്ടിട്ട് സത്യസന്ധമായ അഭിപ്രായങ്ങൾ മാത്രം കമന്റ് ബോക്സിൽ പറയും. 24 ന്യൂസ് എനിക്ക് കോപ്പിറൈറ്റ് ഒന്നും അടിച്ചു തരല്ലേ എന്ന് ഞാൻ പറയുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.